നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ മിസ്റ്റേക്കുകളും കൂടെ തിരുത്തി ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്മി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഹെയർ കെയർ മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല ഹെയർ കെയർസ് ചെയ്ത് പല ഹെയർ മാസ്കുകളെല്ലാം ചെയ്ത് പക്ഷെ നമുക്കൊന്നിനൊരു ഫലമില്ല. കാരണം എന്താ, നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഹെയർ കെയർ മിസ്റ്റേക്കുകളും കൂടെ ശ്രദ്ധിച്ചാലാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുടി നമ്മൾ വൃത്തിയായി സംരക്ഷിക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതും നമ്മുടെ ഹെയർ കെയറിലെ പ്രധാനപ്പെട്ടൊരു തെറ്റാണ്. കാരണം നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുക നമ്മുടെ മുടി പെട്ടെന്ന് ഡാമേജ് ആവാനായിട്ട് കാരണമാവുന്നുണ്ട്. നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട ഒരിക്കലും ഡെയിലി ചെയ്യരുത്. ഡെയിലി ഒരിക്കലും ഹെയർ വാഷ് ചെയ്യരുത്. മറിച്ച് വീക്കിലി ഒരു 2 or 3 times മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാവൂ. അങ്ങനെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഗാനിക് ഷാംപൂസൊക്കെ യൂസ് ചെയ്ത് വേണം വാഷ് ചെയ്യുക. അങ്ങനെ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് നനഞ്ഞ മുടി ഉണങ്ങാതെ തന്നെ കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ നനഞ്ഞ മുടി കോംബ് ചെയ്യുക, അതുപോലെ നനഞ്ഞ മുടി ഉണങ്ങാതെ കിടന്ന് ഉറങ്ങുക. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് വല്ലാണ്ട് ഡാമേജ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ നനഞ്ഞ മുടി കോംബ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നനഞ്ഞ മുടി വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും നനഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് ആയിരിക്കുന്ന ടൈം അത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ സ്കാൽപ്പിൽ മുറിവ് സംഭവിക്കാനും ആ മുറിവിൽ ഇങ്ങനെ മുറിവ് പഴകി പിന്നീട് അവിടെ ഡാൻഡ്രഫ് വരാനൊക്കെ വളരെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ മുടി കോംബ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ഹെയർ ലോസ് സംഭവിക്കും. മുടി ബ്രേക്കേജ് ആയിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നനഞ്ഞ മുടി വെച്ച് കിടന്നുറങ്ങില്ലേ, നമ്മൾ മുടി ഉണങ്ങാതെ തന്നെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മുടി കൂടുതൽ ഇറിറ്റേറ്റഡ് ആവും, നമ്മുടെ സ്കാൽപ്പ് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് വല്ലാത്ത ചൊറിച്ചിലും അതുപോലെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഓരോ ഇതാണ് നമുക്ക് അനുഭവപ്പെടുക. പിന്നെ നമ്മുടെ ഹെയറിൽ ഒരു നാച്ചുറൽ ഓയിലുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ നാച്ചുറൽ ഓയിൽ നഷ്ടമാവും. ഈ നാച്ചുറൽ ഓയിൽ നഷ്ടമാകുമ്പോൾ എന്താ, നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഷൈനിങ് ഇല്ലാതാവുക ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഒരിക്കലും ഹെയർ വാഷ് ചെയ്യരുത്. വീക്കിലി ഒരു 2 or 3 times മാത്രം നമ്മൾ ഹെയർ വാഷ് ചെയ്യുക, അതും നല്ല ഹെർബൽ ഓർഗാനിക് ഷാംപൂസ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡെയിലി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്, അതുപോലെ തന്നെ പ്രശ്നമുള്ള കാര്യമാണ് നമ്മൾ തീരെ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ വാഷ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹെയറിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള പൊടിയും ആകെ അഴുക്കും പിന്നെ ഓയിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ ഹെയർ ഡാമേജ് ആവാൻ അതും കാരണമാണ്. അപ്പോൾ വാഷ് ചെയ്യുകയും വേണം, എന്നാൽ ഡെയിലി വാഷ് ചെയ്യുകയും ചെയ്യരുത്. ഡെയിലി വാഷ് ചെയ്താലും പ്രശ്നമാണ്, തീരെ ഹെയർ വാഷ് ചെയ്യാണ്ടിരുന്നാലും പ്രശ്നമാണ്. പിന്നെ നമ്മൾ ചീർപ്പ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ചീർപ്പ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പല്ല അകലെയുള്ള ചീർപ്പുകൾ വേണം യൂസ് ചെയ്യാൻ. അതാണ് നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഉണ്ടാകുന്നൊരിതാണ് ചൂടുവെള്ളം യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുക. അതൊരിക്കലും ചെയ്യരുത്. എപ്പോഴും സാധാരണ തണുപ്പുള്ള സാധാരണ വാട്ടർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട്. ഒരിക്കലും ചൂടുവെള്ളം യൂസ് ചെയ്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ വല്ലാണ്ട് അൺഹെൽത്തി ആയിട്ടാവും ഉണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മുടെ നല്ലോണം ഹെയർ ഫോൾസ് ഉണ്ടാവും. പെട്ടെന്ന് മുടി പൊട്ടിപ്പോകാൻ തുടങ്ങും. അതായത് മുടിയുടെ ബലം കുറഞ്ഞു പോകും. മുടി തീരെ ഹെൽത്തി അല്ലാണ്ടാവും. അതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് ഒരിക്കലും ഹെയർ വാഷ് ചെയ്യരുത്. ഇപ്പോൾ കൂടുതൽ എല്ലാവരും ചെയ്തു വരുന്നതാണ് ഈ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യുക. ഈ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിന് ദോഷമേ ഉണ്ടാവുന്നുള്ളൂ, ഒരിക്കലും അത് ഗുണമായി മാറുന്നില്ല. നമ്മൾ ഈ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽ നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മുടെ ഹെയർ വല്ലാണ്ട് ഡ്രൈ ആയി പോവുക ചെയ്യുന്നത്.
അതുകൊണ്ട് ഹീറ്റ് ടൂൾസ് പരമാവധി യൂസ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. അതുപോലെ ഹെയർ ഡ്രൈ ആവുക എന്ന് മാത്രമല്ല, നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് ഈ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നതിലൂടെ. അങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. അതായത് ഒരു 10 ദിവസം കൊണ്ടൊക്കെ വളരുന്ന ഹെയർ ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ അത് വളരാനായിട്ട് 1 മന്തോളം ടൈം എടുക്കും. അതുകൊണ്ട് ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹെയറിൻ്റെ ബലം കുറയുന്നു. അതുപോലെ നാച്ചുറൽ ഷൈനിങ് ഇല്ലാണ്ടാവുന്നു. നാച്ചുറൽ ഓയിൽ നമ്മുടെ ഹെയറിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഷൈനിങ് ആണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റാണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യണ്ടെന്നല്ല, ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യാം. അത് ഇടയ്ക്കൊക്കെ മാത്രം യൂസ് ആക്കുക. അതുപോലെ തന്നെ യൂസ് ആക്കുമ്പോൾ ഹീറ്റ് പ്രൊട്ടക്റ്റേഴ്സ്, അതുപോലെ സ്പ്രേ സിറം ഒക്കെ യൂസ് ആക്കാനായിട്ട് നോക്കുക. പിന്നെയുള്ള ഒന്നാണ് ട്രിം ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ ഈ സ്പ്ലിറ്റ് എൻഡ്സ് വന്ന് നമ്മൾ അറിഞ്ഞിട്ട്, നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട് നമുക്ക് അറിയാം, എന്നിട്ട് നമ്മൾ ട്രിം ചെയ്ത് കളയാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടുപോകാതിരിക്കുക. ഇടയ്ക്ക് മാസത്തിൽ വേണ്ട, ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഹെയർ ഓൺ ട്രിം ചെയ്ത് കളയുന്നത് വളരെ നന്നായിരിക്കും. സ്പ്ലിറ്റ് എൻഡ്സ് വന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ആകെ അൺഹെൽത്തി ആവും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഹെയർ ആയിപ്പോവും. വല്ലാണ്ട് ഹെയർ ഫോൾസ് ഉണ്ടാകുന്നു. ഹെയർ ഗ്രോത്ത് അവിടെ നടക്കുകയില്ല ഈ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് സ്പ്ലിറ്റ് എൻഡ്സ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് 2 മാസം കൂടുമ്പോൾ ഒന്ന് നമ്മുടെ ഹെയർ ട്രിം ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഈ റോങ് ഹെയർ പ്രൊഡക്ട്സ് ഇല്ലേ, അത് യൂസ് ആക്കുന്നത്, അത് നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിൽ വാങ്ങി യൂസ് ആക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഹെയറിൽ, നമ്മുടെ സ്കാൽപ്പിലൊക്കെ റോങ് ആയിട്ട് തെറ്റായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് ദോഷം ചെയ്യും. കാരണം സ്കാൽപ്പിൽ അലർജി വരിക, അതുപോലെ നല്ല ചൊറിച്ചൽ വരിക, പിന്നെ ആ ചൊറിച്ചൽ പിമ്പിൾസൊക്കെ വരും സ്കാൽപ്പിൽ. അങ്ങനെ അത് വന്നിട്ട് ആ കുരു പൊട്ടി അവിടെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഇതായിട്ട് അവിടെ ഡാൻഡ്രഫ് വരാനും ഒക്കെ കാരണമാവും. അതുപോലെ ഹെയർ വല്ലാണ്ട് ഡ്രൈ ആയി പോവുക. നമ്മുടെ ഹെയറിന് പറ്റിയ പ്രൊഡക്റ്റ് എല്ലാം എടുത്തെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ഹെയർ വല്ലാണ്ട് ഡ്രൈ ആവുക, ഹെയറിൻ്റെ ഷൈനിങ് പോവുക, അതായത് നാച്ചുറൽ കണ്ടൻസ് ഒക്കെ ഇല്ലാണ്ടാവുക ചെയ്യുന്ന ഹെയറിലുള്ള. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഷൈനിങ് പോവുക. പിന്നെ അതുപോലെ പെട്ടെന്ന് മുടി വിണ്ടു പോവുക, ഹെയർ ഫോൾ കൂടുക, ആസ്തെറ്റിക് ഇഷ്യൂസ്, അതായത് നമ്മുടെ മുടിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുക. അതാണ് നമ്മൾ എപ്പോഴും നല്ല പ്രൊഡക്റ്റുകൾ, അതും നമുക്കറിയാത്ത കാര്യമാണെങ്കിൽ അറിവുള്ളവരുണ്ടല്ലോ, അവരോട് ചോദിച്ച് മനസ്സിലാക്കി നല്ല ഹെയർ പ്രൊഡക്ട്സ് മാത്രം വാങ്ങി യൂസ് ആക്കുക. അതായത് നമ്മുടെ ഹെയറിൻ്റെ സ്വഭാവത്തിനും നമ്മുടെ സ്കാൽപ്പിൻ്റെ അവസ്ഥയ്ക്കും പറ്റിയ ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്ന്. പിന്നെ ഒന്നാണ് ടൈറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈല്. അതിലൂടെ വരുന്നൊരു ഇതാണ് ട്രാക്ഷൻ അലോപേഷ്യ പറഞ്ഞ്. അത് പെട്ടെന്ന് വന്ന് നമ്മുടെ ഹെയർ ആകെ ഡാമേജ് ആയിപ്പോവും. ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞാൽ കടുപ്പമുള്ള മുടികളെ പറയും, നല്ല ഹാർഡായിട്ടുള്ള മുടികളെ പറയുന്നത്. അങ്ങനെ ഈ ഹാർഡായിട്ടുള്ള മുടികൾ വരുന്ന മുടിയിഴകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ കാരണമാവുന്നു. അതിനെയാണ് ഈ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ഹെയർ ബ്രേക്കേജ് ഉണ്ടാവുക, പിന്നെ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്ത് കുറയുക, നല്ല സ്കാൽപ്പിനൊക്കെ നല്ല പെയിൻ ഉണ്ടാവുക, അങ്ങനെ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക. അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് കിട്ടുമ്പോൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുക, അപ്പോൾ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരിക. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഗ്രോത്ത് അവിടെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും മുടി ടൈറ്റായി കെട്ടരുത്, എപ്പോഴും ലൂസായിട്ട് ഹെയർ കെട്ടാൻ ശ്രദ്ധിക്കും. പിന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കാണ്ടിരിക്കുക. സ്കാൽപ്പ് ഒട്ടും ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ അവിടെ എന്താവും ചൊറിച്ചലും ഡാൻഡ്രഫും ഇൻഫെക്ഷൻസ്, അലർജി, പലതരത്തിലുള്ള അലർജി, ഇങ്ങനെ പിമ്പിൾസൊക്കെ വന്ന് പൊട്ടിയിട്ട് പിന്നെ അവിടെ അലർജി ആവാനും ഇൻഫെക്ഷൻ ആവാനും അവിടെ ഡാൻഡ്രഫ് വന്ന് കൂടാനും ഒക്കെ കാരണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല നല്ല ഹെർബൽ ഓയിൽസ്, ഹെർബൽ ഷാമ്പൂസൊക്കെ യൂസ് ആക്കുക. നല്ലോണം സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഫ്രിക്ഷൻ കൂടുതലായതുകൊണ്ട് അവിടെ ഹെയർ ഡാമേജ് വരുന്നതാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഫുഡിലും പിന്നെ അതുപോലെ വെള്ളം കുടിക്കുന്നതിലൊക്കെ വരുന്ന കുറവ്.
നമ്മൾ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രോട്ടീൻ ആൻഡ് സിങ്ക് റിച്ച് ഫുഡാണ് കഴിക്കേണ്ടത്. അത് നമ്മൾ സാധാരണ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ഫ്രൂട്ട്സ് നല്ലോണം ഉൾപ്പെടുത്തുക, നട്ട്സ് അങ്ങനെയൊക്കെ യൂസാക്കി കഴിക്കണം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇല്ലാണ്ടായാലും നമ്മുടെ ഹെയർ ഫോൾ കൂടും. ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിച്ചാൽ മുടിയുടെ സ്ട്രെങ്ത്ത് കുറയും, ഹെയർ ലോസ് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ശരിയായ രീതിയിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് വല്ലാണ്ട് ഡ്രൈ ആയി പോവും, പിന്നെ ഹെയർ ബ്രേക്കേജ് ഉണ്ടാവുക, പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഷൈനിങ് നഷ്ടപ്പെടും. പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ DIY ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക. അതിൽ വരുന്ന തെറ്റുകൾ, അങ്ങനെ DIY ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്ന തെറ്റുകൾ നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിനെയും ഡാമേജ് വരുത്തുകയാണ് ചെയ്യുന്നത്. സ്കാൽപ്പിന് വല്ലാണ്ട് അലർജി ആവുക, അതുപോലെ ഇൻഫെക്ഷൻസ് വരിക, വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവുക, അങ്ങനെ വല്ലാത്ത ചൊറിച്ചിലൊക്കെ അനുഭവപ്പെട്ട് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ കൂടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ DIY പരീക്ഷിക്കുന്നതിന് മുമ്പ് അത് നല്ലതാണോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ക്രമത്തിലാണ് എടുക്കേണ്ടത്, അതുപോലെ നമ്മുടെ സ്കാൽപ്പിന് നമ്മുടെ ഹെയറിനും ചേരുന്നതാണ് എന്നൊക്കെ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ചെയ്യുക. അപ്പോൾ ഇത്രയും മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഹെയർ ഗ്രോത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ മിസ്റ്റേക്കുകളും കൂടെ തിരുത്തി ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.